പട്ടാളം വരണ വിവരം നായർ അറിഞ്ഞു കാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. ഞാൻ പെട്ടു അല്ലേ? ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള റിയാസ് സലീം നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. നമ്മൾ അവിടെ ചെന്നിട്ട് പാകിസ്ഥാനിലെ സിവിലിയൻസിനെ കൊന്നു, കുട്ടികളടക്കമുള്ളവരെ വധിച്ചു എന്നുള്ള രീതിയിലാണ് ഇവന്റെ സ്റ്റോറി ഇട്ടേക്കുന്നത്. ഇത് കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. പാകിസ്ഥാൻ മീഡിയാസും അവിടുത്തെ ഭരണകൂടവും അടിച്ചിറക്കിയ ഫേക്ക് ന്യൂസ് ആണ്. ഒരു കള്ളൻ ഇവനെ പോലുള്ള നാറികൾ ഇവിടെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇവൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇതിനു വേണ്ടി കുരുവട്ടം നിനക്ക് എന്താണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇവനെതിരെ കേസായിട്ടുണ്ട്. പണി വരുന്നുണ്ടവർ കണ്ടവരാരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. ആ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവനെ എതിർക്കുന്ന ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്. പക്ഷേ റിയാസ് ഇവിടെ പെട്ടിരിക്കാൻ പോകുന്ന ഒരു പണി നിനക്ക് വന്നിട്ടുണ്ട്. അത് നിനക്കെതിരെയുള്ള ഒരു കേസാണ്. ആദ്യം നീ അത് പോയി സോൾവ് ചെയ്യും. അത് ഉടനെ കാണാൻ സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരു സ്ത്രീ ഇവനെതിരെ കൊണ്ട് ആദ്യം സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. ഇതാണ് അതിന്റെ ഒരു കേസിന്റെ ഡീറ്റെയിൽസ്. അതിനുശേഷം അത് പോരാന്ന് അവർക്ക് തോന്നിയപ്പം അവര് ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇമെയിൽ അയച്ചു. കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടോ? നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ ലിങ്ക് അടക്കം നീ അതിനകത്തിട്ട സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടാണ് അവർ ആ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? നിന്നെ പോലുള്ള പുഴുക്കുത്തുകളെ വെച്ചോണ്ടിരിക്കത്തില്ല. എന്താണെങ്കിലും മോനുള്ള പണി പുറകെ വരുന്നുണ്ട്. ഈ അക്രമം അനുവദിക്കരുത്. ഈ കട്ടിള ഗോപാലൻ എന്നൊക്കെ പറയുന്നവനെ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ട് വെടിവെച്ചു കൊല്ലണം.